ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമാ മോഹവുമായിട്ട് നടക്കുന്ന കുറേ ആളുകൾ ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ചില ആളുകളെങ്കിലും സിനിമാ മോഹവുമായി നടക്കുന്ന ആളുകളും ആയിരിക്കും അല്ലേ? അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഉയർന്നു വരുന്ന വിഷയങ്ങളിലൊന്ന് രേണുസുധിയുടെ ജീവിതം ഒരു സിനിമയായി ആവുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്ന ഒരു സംഗതിയൊക്കെ വരലുണ്ട്. അതായത് അപ്പോൾ പലർക്കും ഒന്നും രേണുസുധിയുടെ ജീവിതമൊക്കെ ഒരു സിനിമയായി വരാനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് പലർക്കും തോന്നുന്നുണ്ടായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ സാധാരണ ഒരാളുടെ ജീവിതം സിനിമയായിട്ടൊക്കെ വരുമ്പോൾ അയാൾ അത്രയും മികച്ചതായ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് എത്തണമെന്നോ അല്ലെങ്കിൽ അയാൾ അത്രത്തോളം മറ്റുള്ളവരെ സ്വാധീനിച്ചിട്ടുണ്ടാവണമെന്നോ ഒക്കെയുള്ള അങ്ങനെ എന്താ പറയുക സക്സസ് സ്റ്റോറി ഉണ്ടാക്കിയിട്ടുള്ള ഒരു 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 വ്യക്തിയെക്കുറിച്ചുള്ള സിനിമയായിരിക്കും എന്നാണ് പൊതുവേ നമ്മുടെ ഒരു കാഴ്ചപ്പാടില്ലേ. അപ്പോൾ രേണുസുധിയുടെ സിനിമ, രേണുസുധിയെക്കുറിച്ചുള്ള സിനിമ, രേണുസുധിയുടെ ജീവിതം പറയുന്ന സിനിമ എന്ന ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് അപ്പോഴേക്ക് പുറത്ത് ആരോ വന്നു കേട്ടോ. ഞാൻ എൻ്റെ ഫോക്കസ് മാറിപ്പോയി, സോറി. സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രേണുസുധിയുടെ വിഷയം, രേണുസുധിയുടെ ജീവിതം സിനിമയായി വരുന്ന സമയത്ത് അതിൽ ഉള്ള ഒരു കാര്യം ആലോചിച്ചേക്കാം. അതായത് സമൂഹത്തിൽ നിന്ന്, സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന്, സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ അവരെ ജീവിക്കാൻ പോലും സമ്മതിക്കാത്ത രീതിയിലുള്ള മോറൽ പോലീസിങ്, അതേപോലെ യൂട്യൂബേഴ്സ് ഭൂരിഭാഗം പേരും അവരുടെ കുറ്റങ്ങൾ മൊത്തം കണ്ടുപിടിച്ചിട്ട് അവരുടെ ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സംഗതിയാണല്ലോ പ്രൈവസി എന്ന് പറയുന്നത്. റൈറ്റ് ടു പ്രൈവസി, റൈറ്റ് ടു സെൽഫ് റെസ്പെക്റ്റ്, അല്ലെങ്കിൽ റൈറ്റ് ടു നമുക്ക് ഒരു മനുഷ്യനായിട്ടും ഒരു 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 മനുഷ്യജീവിയായിട്ട് ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഒരു അവകാശം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിനെപ്പോലും ഹനിക്കുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും അവരെ തകർക്കണം എന്ന രീതിയിൽ ഇടപെട്ടുള്ള മുഖ്യധാര എന്ന് പറയാൻ പറ്റുമോ, ഏറ്റവും കൂടുതൽ റീച്ചുള്ള യൂട്യൂബ് ചാനലുകൾ, മതവുമായി ബന്ധപ്പെട്ട ആളുകൾ, അതേപോലെ തന്നെ എന്താ പറയുക ഉയർന്ന ബിസിനസ് ഇതിലൊക്കെയുള്ള, ഞാൻ പേര് മനഃപൂർവ്വം പറയാത്തതാണ് കേട്ടോ, അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയൊക്കെയുള്ള മൊത്തത്തിലുള്ള ആളുകളുടെ ഒരു കോക്കസ് അല്ലേ, ഒരു കോക്കസ് ഉണ്ടല്ലോ, ഒരു നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്ക് മൊത്തം എങ്ങനെയാണ് ഒരു വ്യക്തിയെ, അതും ഒരു സ്ത്രീയെ, ഒരു യുവതിയെ, ഭർത്താവ് മരിച്ച, കാര്യമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള, 2 മക്കളെ നോക്കുന്ന, അതുപോലെ ഒരുപാട് ദൂരം സ്വന്തമായിട്ട് വീടില്ലാണ്ടിരുന്ന, ഒരുപാട് ദൂരം വീട്ടിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് വരണം അല്ലേ, അങ്ങനെ ഉള്ള ഒരുപാട് ചൂഷണങ്ങൾ നേരിട്ട, പല രീതിയിലുള്ള സ്ലട്ട് ഷെയ്മിങ് നേരിട്ടിട്ടുള്ള, പല രീതിയിലുള്ള ഉറക്കമില്ലായ്മയും ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഡിപ്രഷനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അനുഭവിച്ച ഒരു സ്ത്രീ, അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറി വന്നിട്ടുള്ള പല രീതിയിലുള്ള ചൂഷണങ്ങൾ, നമ്മളറിയാത്ത എത്രത്തോളം ചൂഷണങ്ങൾ അവർ ജീവിതത്തിൽ നേരിട്ടുണ്ടായിരിക്കും അല്ലേ. ഏറ്റവും അവസാനത്തെ ഗർഭവുമായി ബന്ധപ്പെട്ട കുറേ സംഭവമില്ലേ, ഗർഭവിഷയം വന്നിട്ട് ഹനാൻ്റെ വിഷയമൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ത്രീ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക്, വിധവകൾക്ക് മാത്രമല്ല മൊത്തത്തിലുള്ള മനുഷ്യർക്ക് ഒരു റോൾ മോഡലാണ്. റോൾ മോഡൽ തന്നെയാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. അപ്പോൾ അവരുടെ ജീവിതം ഒരു സിനിമയായിട്ട് വരുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കി, അവരുടെ ഭർത്താവ് ജീവനോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോട് കടന്നു പോകുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും, എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഭർത്താവ് മരിച്ച് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സ്വന്തമായിട്ട് വീടില്ല, ജീവിക്കുന്ന ഒരു അന്തരീക്ഷം ആലോചിച്ച് നോക്കുക, പലിശക്കാർ, അതേപോലെ തന്നെ കൊറോണ ടൈമിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള കുറേ കടങ്ങൾ, അതേപോലെ അറിയാലോ ഈ കടം വാങ്ങിയ ആളുകൾ അല്ലെങ്കിൽ പലിശയ്ക്ക് കൊടുത്ത ആളുകളൊക്കെ അവർ ഇടപെടുന്ന രീതിയൊക്കെ ഉള്ള രീതിയിലായിരിക്കും, ഭീഷണികളായിരിക്കും, വിളിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, നമ്മളെക്കുറിച്ച് പലതും പറഞ്ഞു വരുത്തുണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം, ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുമ്പോഴോ
അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും സംഗതി ചെയ്യുമ്പോഴോ അതിൻ്റെ താഴെ വന്നിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എങ്ങനെ നമ്മുടെ കണക്ഷൻസ് നമ്മുടെ ഫാമിലിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരിക്കും, ത്രട്ടൻ ചെയ്യുന്നുണ്ടായിരിക്കും, സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാത്തൊരവസ്ഥ, നമ്മൾ ആരുടെയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന അവസ്ഥ അല്ലേ. ഒരു തരത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ അവന്മാരാക്കും ഇല്ലേ. ഇതാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീ ജീവിച്ചിരിക്കുന്ന സമയത്ത് അലിച്ചൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവെങ്കിലും അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ട് ലെവലിലോ, പക്ഷേ ഇവരനുഭവിക്കുന്ന സ്ട്രെസ്സ് അപ്പം തന്നെ എന്തായിരിക്കും ഇത്രയും പ്രശ്നങ്ങൾ. അത് അപ്പോൾ ഭർത്താവ് മരിച്ചു പോയിട്ടുള്ള അവസ്ഥ ആലോചിച്ചു. ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ ജീവിക്കും എന്നുള്ളതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ സ്വാഭാവികമായ രീതിയിൽ ഒരാൾ ജീവിക്കുന്ന ഒരവസ്ഥയിൽ എടുക്കരുത്. അതായത് ഒരുപാട് കടങ്ങളുള്ള, ഒരുപാട് സ്നേഹമുള്ള ഭർത്താവ് മരിച്ച 2 കുട്ടികളുള്ള ഒരു സ്ത്രീ, സ്വന്തമായി വീടില്ലാത്തൊരു സ്ത്രീ അനുഭവിച്ചൊരു അവസ്ഥ എന്തായിരിക്കും. വളരെ പെട്ടെന്ന് ഈ ഫോൺ കോൾസൊക്കെ വരുന്ന ആളുകൾ ഇവരെ ആശ്വസിപ്പിക്കാൻ വിളിച്ചിട്ടുണ്ടായിരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. കെട്ടിയോ മരിച്ചു, എങ്ങനെ ഈ കാശ് തരണം, മര്യാദക്ക് കാശ് വന്നോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ വന്നില്ലേ, എന്തോ മറ്റേ അവൾ ഫോൺ വിളിച്ചെടുക്കണില്ല പറഞ്ഞിട്ട്. നിങ്ങളൊരു കാര്യം വെച്ചേക്കും, ഒരു ദിവസം ഒരു 10-20 ഫോൺ കോൾസൊക്കെ വരുന്ന ഒരു അവസ്ഥയിലൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യനത് മാനേജ് ചെയ്യാൻ പാടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എത്ര പേര് ചിലപ്പോൾ ഒരു പക്ഷേ അവർ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. സാധ്യതയില്ലേ. നിങ്ങളൊരു നാട്ടിൻപുറത്തൊരവസ്ഥ ആലോചിച്ചു. ഇവർ തന്നെ അവിടെ തന്നെ കുറച്ച് മാറി നിൽക്കുന്ന രീതിയിലാണ് ഒരു ജീവിതം ഉണ്ടായിരുന്നത്. നാട്ടിൻപുറത്തെ അവസ്ഥ, ഞാൻ നാട്ടിൻപുറത്ത് വരണതാ, എനിക്ക് ഊഹിക്കാൻ കഴിയത്. പല ആളുകളുടെ അനുഭവങ്ങൾ അറിയുകയും അവർ പല രീതിയിലും കാശ് ഞാൻ ഒഴിവാക്കുക, പകരം ഇതിൻ്റെ കൂടെ വന്നോ, എനിക്കത് ചെയ്തു തരണം, ഇത് ചെയ്തു തരണം എന്നൊക്കെ കൊണ്ട് എത്ര ആളുകൾ വിളിക്കണ്ടായിരിക്കും. നിങ്ങൾ അന്നത്തെ ഒരു ദിവസത്തെ ജീവിതമായിട്ട് അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. അല്ലാണ്ട് അവർക്കത് അന്ന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയല്ല. സ്ട്രെസ്സ് ഭീകരമായിരിക്കും. ഒരു ഭർത്താവ് മരിച്ച് ഉള്ള ആ ഒരു ടൈമിൽ അവർക്കൊന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും. ആലോചിച്ച് നോക്കി അല്ലേ. അങ്ങനൊരവസ്ഥ ഉണ്ടായിരിക്കുമല്ലേ. അപ്പം അങ്ങനെ ഒരു നിന്നാണ് അവർ കരകയറി വന്നത്. അപ്പോൾ അവർക്ക് ഒരു മോഡലിങ്ങിൻ്റെ രീതിയിലൊക്കെ അവർക്കൊരു അവസരം വരുന്നു. അപ്പം തന്നെ അപ്പോൾ മോഡലിന് പോകുമ്പോൾ മറ്റുള്ളവരെന്താ വിചാരിക്കേണ്ടത്, ആൽബത്തിനൊക്കെ പോകുന്ന സമയത്ത് അവൾ പോക്ക് കേസാണ്, വെട്ടിയാണ്, അങ്ങനെ ആൾക്കാർ അങ്ങനെ വിചാരിക്കേണ്ടാവും അല്ലേ. അങ്ങനെയാണ് ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് അവർ കയറി വന്നു. പിന്നെ അവരെന്ത് ചെയ്താലും ആളുകൾ വിവാദമാക്കണോ, പ്രശ്നങ്ങളാക്കണോ, അങ്ങനെ അവരെ മൊത്തത്തിൽ തകർക്കാനുള്ള ഒരു ശ്രമം. അത് നിങ്ങളൊരാലോചിക്കുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വേടൻ്റെയൊക്കെ കാര്യത്തിൽ ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ പറയില്ല, ഞാൻ ഒരാളുടെ ഭാഗം പിടിച്ച് പറയില്ല കേട്ടോ. ഞാൻ ഒരു വിഷയത്തെ സംസാരിക്കാൻ വേണ്ടി പറയുന്നത്, ഒരു പെണ്ണ് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെണ്ണിൻ്റെ കൂടെ ആയിരിക്കും അല്ലേ. ആ പെണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിന്, യുവതികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിക്കും. ഇവിടെ ഒരു കാര്യം വെച്ചെങ്കിൽ, ഇവിടെ ഒരു സ്ത്രീയാണ്, ഒരു യുവതിയാണ്, എല്ലാവരും കൂടി നേരെ ഓപ്പോസിറ്റ് സംഗതി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഗതി ക്ലിയർ ആവുന്നുണ്ടാവും. അപ്പോൾ എന്നിട്ടും ഇവിടെ എന്താ പറയുക, അവരെത്രത്തോളം ക്രൂരമായ രീതിയിൽ ഒതുക്കിയിട്ടതുകൊണ്ട് അവരെ തകർക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ആത്മഹത്യ ചെയ്യുന്നുള്ള അവസ്ഥ എന്താ. അത്ര അവരെ ഒരു തരത്തിൽ മുന്നോട്ട് അവർ വരുത്താൻ പാടില്ല എന്നുള്ള ലെവലിൽ അത്രയും ക്രൂരമായ രീതിയിൽ ഒരു ആക്രോശിച്ച് ആഞ്ഞെടുക്കുന്ന യൂട്യൂബർമാരും കുറച്ച് മുമ്പ് പറഞ്ഞ കുറച്ച് മെയിൻ പുള്ളീസും എല്ലാവരും കൂടി എന്ന സമയത്ത് പോലും ആളുകൾ അവരുടെ കൂടെയായിരുന്നു, പൊതുസമൂഹം അല്ലേ, കുറേ കുലസ്ത്രീകളുമൊക്കെ. അപ്പോൾ ഗൈസെ അങ്ങനൊരു അവസ്ഥയിൽ നിന്നാണ് അവർ ബിഗ് ബോസ് വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കുറേ സംഭവിക്കുന്നതായിരിക്കും. എന്തായാലും അവർ ആത്മഹത്യ ചെയ്യാണ്ട് ഇതുവരെ പിടിച്ചു നിന്നു, ഈ ഒരു ലെവലിലെത്തി അല്ലേ. അപ്പോൾ ഒരു സാധാരണ സ്ത്രീയാണ് ഒരു സമൂഹത്തിലെ ആളുകൾക്ക് മൊത്തം മാതൃകയാവുന്നത്. അതാണ് ഇതിലൊരു വലിയൊരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. നിങ്ങളൊന്ന് കാര്യം വെച്ചിരിക്കുന്നത്, ആ സിനിമയിൽ രേണുസുധീനെ അവതരിപ്പിക്കുന്നത് രേണുസുധി തന്നെയാണെങ്കിലോ. ഇപ്പോൾ വേറൊരാൾ രേണുസുധിയുടെ ക്യാരക്ടർ അവതരിപ്പിക്കുക എന്നതിനൊക്കെ കൂടുതൽ അവർ തന്നെ അവരെ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന സമയത്ത് രേണുസുധിയുടെ കൂടെ എന്നുള്ള കുറച്ച് ടീമുകളല്ലേ അവരൊക്കെ അതിലെ മുഖ്യ കഥാപാത്രങ്ങളായിട്ടും വരിക. അപ്പോൾ എന്ത് രസമായിരിക്കില്ലേ സംഭവം. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ചുമ്മാ ഞങ്ങളിങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഇടയ്ക്കിങ്ങനെ പറയലുണ്ട് എന്ന് പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും ഇതൊന്ന് മനസ്സിലാക്കാവുന്ന വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൊതുസമൂഹം എന്ന് പറയുന്നത് വളരെ ക്രൂരമാണ്, വളരെ ക്രൂരമാണ്. നെഗറ്റിവിറ്റിയാണ് പൊതുസമൂഹത്തിൽ വേണ്ടത് ആളുകൾക്ക്. ആളുകൾ ആരെങ്കിലും കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ച് വളർന്നു വരുന്നുണ്ടെങ്കിൽ അവരെ മൊത്തം മജ്ജയും മാംസവും വരെ ചകഞ്ഞ് പുറത്തെടുക്കുന്ന ആളുകളാണ് സമൂഹത്തിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വളർന്നു വന്ന ഒരാളെന്ന നിലയിൽ രേണുസുധിയുടെ ജീവിതം സിനിമയാവുക എന്നല്ല, രേണുസുധിയുടെ ജീവിതത്തെ രേണുസുധിയുടെ ആത്മകഥ എഴുതണമെന്നാണ് ഗൈസ് എൻ്റെ ഒരു ആഗ്രഹം. രേണുസുധിയുടെ ജീവചരിത്രം, രേണുസുധിയുടെ ആത്മകഥ, രേണുസുധിനെ കുറിച്ച് സിനിമ, രേണുസുധിനെ കുറിച്ച് നാടകം, അത് ഒരുപാട് ആളുകൾക്ക് കൂടുതൽ മാതൃകയായിരിക്കും എന്ന് വിചാരിക്കുന്ന ഗൈസ്. അതെ,
അങ്ങനെ സിനിമ എന്നുള്ള അവസ്ഥ എന്തല്ലേ? പുറത്ത് വില്ലന്മാരായിട്ട് ആരൊക്കെ ഉണ്ടാവുക? എന്താ ചെയ്യാം. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ ഫ്രണ്ട്സ് സംസാരിക്കുമ്പോഴേ ഇടയ്ക്ക് കുറേ കാര്യങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊന്നും ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു. അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങളേ എൻ്റെ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാം കേട്ടോ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണിത്. ഓക്കെ, ഇത് ഓക്കെ ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഷോക്കേസിലൊക്കെ ഇങ്ങനെ വെക്കാം. നല്ല രസമുള്ളൊരു സംഭവമായിരിക്കും. അതിൽ വളരെ ഡിഫറെൻ്റ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട് ഗൈസ്. വളരെ യുണീക്കായൊരു സാധനമാണ്. എൻ്റെ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ്. വളരെ ഡിഫറെൻ്റ് ആയൊരു ബുക്കാണ്. ഇത് വായിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ. ഇതൊക്കെ വേണ്ടവരൊക്കെ ഓർഡർ ചെയ്യാം. ഓക്കെ, ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനത് കുറേശ്ശെ സമാധാനം കിട്ടുന്ന സമയത്ത് വീഡിയോസ് ചെയ്യാം.